പ്രതിപക്ഷ എതിർപ്പിനിടെ വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നാളെ വൈകിട്ട് 4 മണിക്ക്. ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമമെന്ന് കെ സി വേണുഗോപാൽ. ചട്ടങ്ങൾ പാലിക്കണമെന്ന് അമിത്ഷാ. മതത്തിന്റെ പേരിൽ സംവരണമില്ലെന്ന് കിരൺ റിജിജു. കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ചർച്ചകളെ ചൊല്ലി സമൂഹമാധ്യമങ്ങളിൽ തമ്മിലടി. കെ സി വേണുഗോപാലിനെ പുകഴ്ത്തിയ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോര് രൂക്ഷം. കെ സുധാകരന്റെ നിലപാടിൽ എംപിമാർ ഉൾപ്പെടെ നേതാക്കൾ കടുത്ത അതൃപ്തിയിൽ. പരസ്യ പ്രതികരണങ്ങൾ ഹൈക്കമാൻഡ് വിലക്കിയേക്കും. കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ച ചർച്ചകളിൽ താൻ അഭിപ്രായം പറയുന്നില്ല എന്ന് കെ സി വേണുഗോപാൽ. പൊതുജനമധ്യത്തിൽ എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ടെന്നും ഫലം വന്നതിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും കെ സി. CPM വർഗീയ കാർഡ് ഇറക്കിയത് പരാജയത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞതിനാലാണെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ. പേരാമ്പ്രയിലെ ജെൻസി വോട്ടുകൾ പൂർണ്ണമായും ഫാത്തിമ തഹ്ലിയെ നേടും. ഫാത്തിമ തഹ്ലിയക്കെതിരായ അപവാദ പ്രചരണത്തിൽ 3 മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്യുമെന്നും ടി ഇസ്മായിൽ. നിതിൻ രാജിന്റെ മരണത്തിൽ പരാതിയുമായി രക്ഷിതാക്കൾ. നിതിനെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച അധ്യാപകനെതിരെ നടപടി വേണമെന്നും നിരവധി വിദ്യാർത്ഥികൾ സമാനമായ മാനസിക പ്രയാസത്തിലൂടെ കടന്നുപോകുന്നുവെന്നും രക്ഷിതാക്കൾ. ഡോക്ടർ റാമിനെ പുറത്താക്കണമെന്നും ആവശ്യം. റാമിനെതിരെ ആരോഗ്യ സർവകലാശാല അധികൃതർക്കും മാനേജ്മെന്റിനും പരാതി നൽകി. വിഴിഞ്ഞ മുക്കോലയിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. മരിച്ചത് കോളിയൂർ സ്വദേശി സുമൻ. കൊലപാതകത്തിൽ കലാശിച്ചത് ബാറിലുണ്ടായ തർക്കം. 4 പേർ പോലീസ് കസ്റ്റഡി. കൊടും ചൂടിൽ വലഞ്ഞ സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ ഞായറാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരാമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. അമേരിക്ക ഇറാൻ അടുത്ത ഘട്ട ചർച്ച നടക്കുമെന്ന് സ്ഥിരീകരിച്ച് വൈറ്റ് ഹൌസ്. ഗൾഫ് മേഖലയിൽ നിന്ന് മഞ്ഞുരുക്കത്തിന്റെ സൂചനകളും. UAE വൈസ് പ്രസിഡന്റുമായി സംസാരിച്ച ഇറാൻ പാർലമെന്റ് സ്പീക്കർ. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പോയിന്റ് പട്ടികയിൽ പഞ്ചാബ് 3-ാം സ്ഥാനത്തും മുംബൈ 9-ാം സ്ഥാനത്തും. മത്സരം രാത്രി 7:30 മുതൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. തുറവൂർ ആശുപത്രിയിലെ തീപിടുത്തത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ അഗ്നിരക്ഷാസേനയുടെ വാഹനത്തിന് വഴി നൽകാത്ത സംഭവത്തിൽ നടപടിയുമായി പോലീസ്. വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തു. നടപടി ഫയർ ആൻഡ് റെസ്ക്യൂ ആലപ്പുഴ SHOയുടെ പരാതി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.